കനത്ത മഴയിൽ തലശ്ശേരി ഗുഡ്ഷെഡ് റോഡിൽ വെള്ളം കയറി. ഇതോടെ യാത്രക്കാരും വാഹനങ്ങളും വെള്ളക്കെട്ടിൽ കുടുങ്ങി. റെയിൽവേ സ്റ്റേഷൻ പ്രവേശന ഭാഗത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. നീതു ചേരുകയാണ് വിവരങ്ങളുമായി. നീതു, വിശദാംശങ്ങൾ. കൃഷ്ണ, കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ പെയ്യുന്ന ശക്തമായ മഴയിലാണ് തലശ്ശേരി ടൗണിൽ നിന്നും ഉൾപ്പെടെ നിരവധി പേർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന റോഡിൽ ഒന്നാണ് തലശ്ശേരി ഗുഡ് റോഡ് റെയിൽവേ സ്റ്റേഷൻ ഭാഗം. കനത്ത മഴയിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ട് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിലവിലും വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല. ഇതോടെ ഈ വെള്ളക്കെട്ട് രൂക്ഷമാണെന്ന വിവരം അറിയാതെ നിരവധി യാത്രക്കാരാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ഈ ഒരു ഭാഗത്തേക്ക് കൂടി എത്തുന്നത്. പല വാഹനങ്ങളും വെള്ളക്കെട്ടിൽ കുടുങ്ങി ഓഫാവുകയും അതുപോലെ തന്നെ യാത്രക്കാരെല്ലാം തന്നെ മറ്റ് വഴികൾ തേടി കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയുമായിരുന്നു ഉണ്ടായത്. ഇതോടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പ്രദേശത്തെ ചുമട്ടുതൊഴിലാളികളും കച്ചവടക്കാരും ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ബദൽ മാർഗമൊരുക്കി സമീപത്തെ പാർക്കിംഗ് ഏരിയയിലേക്ക് താൽക്കാലികമായ ഒരു സ്റ്റെപ്പ് നിർമ്മിച്ചുകൊണ്ടാണ് യാത്രക്കാരെ ഇതുവഴി കടത്തിവിടുന്നത്. വാഹനങ്ങൾ പലപ്പോഴും ഇവരുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് ഇതുവഴി കടന്നു പോകുമ്പോൾ വലിയ രീതിയിലുള്ള അപകടങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. ഈ ഒരു റോഡിന്റെ ഈ ഒരു പ്രവേശന ഭാഗത്ത് വലിയൊരു കുഴിയുമുണ്ട്. നേരത്തെ നിരവധി ഓട്ടോ തൊഴിലാളികളുടെ മറ്റു നേതൃത്വത്തിൽ മഴലും മറ്റുമിട്ടാണ് ഈ കുഴി നികത്തിയിരുന്നത്. നിലവിൽ അതിശക്തമായ വെള്ളക്കെട്ടിൽ ഇതെല്ലാം ഒഴുകി പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഈ ഒരു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ഈ ഒരു റോഡിനരികിലുള്ള ഓവുചാൽ വഴിയാണ് കടന്നു പോകുന്നത്. എന്നാൽ റെയിൽവേയുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഒരു ചതുപ്പ് നിലം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളും ഈ ഓവുചാലും മണ്ണിട്ട് നികത്തിയതാണ് ഇത്തരം ഒരു രൂക്ഷമായ വെള്ളക്കെട്ടിന് കാരണമെന്നാണ് പ്രദേശവാസികളും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഈ മണ്ണിട്ട് നികത്തുന്ന സമയത്ത് തന്നെ ജനപ്രതിനിധികളും സമീപത്തെ കച്ചവടക്കാരും എല്ലാം തന്നെ ഈ ഒരു പ്രദേശത്തിന്റെ സ്വാഭാവികമായ അവസ്ഥ അറിയുന്നവരാണ്. ഇവരെല്ലാം തന്നെ റെയിൽവേയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയിരുന്നു. എങ്കിലും ഈ തുടരുകയാണ് ഉണ്ടായത്. നിലവിൽ റെയിൽവേയുടെ ഡിവിഷണൽ മാനേജർ, പാലക്കാട് ഡിവിഷണൽ മാനേജർ ഉൾപ്പെടെയുള്ളവരെ വിവരം ധരിപ്പിക്കുകയും ഇവർ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഉച്ചയോടെ ഇവർ ഈ ഒരു പ്രദേശത്തേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. ഇതിനുശേഷം ബദൽ മാർഗം ഒരുക്കാനുള്ള തയ്യാറെടുപ്പായിരിക്കും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. എന്തു തന്നെയായാലും ഇതുവഴി കടന്നു പോകുന്ന ജനങ്ങളോടൊപ്പം തന്നെ യാത്രക്കാരുമെല്ലാം ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരത്തിന്റെ മറ്റ് വിവിധ ഭാഗങ്ങളിലും വശങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കൃഷ്ണ.